കായംകുളത്തെ വിഭാഗീയതയിൽ നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുന്നപ്ര വയലാറിന്റെ മണ്ണിലാണ് ഇത്തരം കളകളുള്ളത്. അത് പറിച്ചു കളഞ്ഞേ പാർട്ടിക്ക് മുന്നോട്ടു പോകാൻ പറ്റൂ. കുഴപ്പക്കാരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും പ്രശ്നമില്ലെന്നും ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. മനീഷ് മഹിവാലുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, ആലപ്പുഴ ജില്ലയിലെ CPIMൽ നാളുകളായി ഇത്തരത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ്. ശക്തമായ നടപടി എന്നാണോ MV ഗോവിന്ദൻ പറയുന്നത്? ഉന്മേഷ നിലവിൽ സംഘടനാകാര്യ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അവലോകനത്തിന്റെ മേഖലാതല റിപ്പോർട്ടിംഗിലാണ് രൂക്ഷമായ ഭാഷയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശനങ്ങൾ ഉന്നയിച്ചതും പാർട്ടിയിൽ തെറ്റ് തിരുത്തുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ ചില കളയുണ്ട്, ആ കള നീക്കം ചെയ്യും. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഏത് വ്യക്തിയാണോ ആരാണോ എന്ന് പാർട്ടി നോക്കുകയില്ല. ഒപ്പം തന്നെ ആ വ്യക്തി പാർട്ടിയിൽ നിന്ന് പോയാൽ ഉണ്ടാകുന്ന നഷ്ടം പാർട്ടി സഹിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ബൂർഷ സങ്കല്പ സമൂഹത്തിലാണ്. ഇവിടെ ചില ആളുകൾ പാർട്ടിയിലേക്ക് എത്തി 1-2 വർഷങ്ങൾ കൊണ്ട് ധനികരാകുന്നു. പണത്തോടുള്ള ആർത്തി പല സഖാക്കൾക്കും ഉണ്ടാകുന്നു. പാർട്ടി സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെ പുലർത്തേണ്ട കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പുലർത്തുന്നില്ല. വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ പല നഷ്ടങ്ങളും സംഭവിച്ചു. പാർട്ടി പിറവിയെടുത്ത പാർട്ടിയുടെ കോട്ടയായ കായംകുളത്തടക്കം ഇടത് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അവിടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 2ാമതെത്തിയതും അതീവ ഗുരുതരമായി കാണുന്നു. ഇത് ഇവിടുത്തെ മാത്രം സ്ഥിതിയല്ല. ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ കേരളത്തിലടക്കം പാർട്ടി ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ സഹകരണ മേഖലയിലെ അഴിമതി വ്യാപകമാണ്. അവിടെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. സഹകരണ മേഖല അടക്കം അംഗങ്ങളെ ഒരേ സമയം ഭാരവാഹികളാക്കുന്ന രീതി മാറ്റും. അത് ഒഴിവാക്കി ഉള്ള തീരുമാനമുണ്ട്. ഒപ്പം തന്നെ മനീഷ് മഹിവാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. MV ഗോവിന്ദന്റെ വിമർശനമാണ് പാർട്ടി റിപ്പോർട്ടിംഗിൽ.